ഞാൻ വന്നിരിക്കുന്നത് ഒരു 1.5 kg വെയിറ്റ് വരുന്ന 2 നമ്പർ കേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഞാനിവിടെ 1 kgയുടെ ഒരു സ്പഞ്ച് 7 ഇഞ്ചിൻ്റെ റൗണ്ട് മോൾഡിലും 1/2 kgയുടെ സ്പഞ്ച് 7 ഇഞ്ചിൻ്റെ സ്ക്വയർ മോൾഡിലും ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ചോക്ലേറ്റ് സ്പഞ്ചാണ് കേട്ടോ. സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നില്ല. സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസിലുണ്ട്. റൗണ്ട് സ്പഞ്ച് ഡീമോൾഡ് ചെയ്തെടുത്തതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. സ്ക്വയർ സ്പഞ്ച് ഇപ്പോൾ ലെയറാക്കി എടുക്കണ്ട കേട്ടോ. സൈസൊക്കെ നോക്കിയിട്ട് പിന്നെ ലെയറാക്കി എടുത്താൽ മതി. റൗണ്ട് സ്പഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്ത ശേഷം ഒരു കട്ടറോ ഗ്ലാസോ എന്തെങ്കിലും ഒരു ടൂള് വെച്ചിട്ട് ഇതുപോലെ റൗണ്ടിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്തെടുത്ത ഈ ചെറിയൊരു പീസ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. എന്നിട്ട് ഈ ഒരു പീസ് എടുത്ത് താഴെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഈ ഒരു റൗണ്ട് സ്പഞ്ച് ഫുള്ളായിട്ട് ഐസിങ് ചെയ്തെടുത്ത ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഫുള്ള് കട്ട് ചെയ്ത് ഷേപ്പ് ആക്കിയെടുത്ത ശേഷമാണ് ഐസിങ് ചെയ്യുന്നത്. ഇനി സ്ക്വയർ കേക്ക് താഴെയായിട്ട് ഇതുപോലെ വെച്ച ശേഷം സൈസൊക്കെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് നോക്കിയ ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഷേപ്പ് കറക്റ്റായിട്ടില്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് കറക്റ്റാക്കി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 kgയുടെ സ്ക്വയർ ബേസാണ് എടുത്തിട്ടുള്ളത്. അതിൽ ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം താഴത്തെ ലെയർ ഇതുപോലെ വെച്ച് കൊടുക്കാം. സ്പഞ്ച് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചപ്പോൾ സ്ക്വയർ 2 ലെയറായിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരു സ്പഞ്ച് ഒന്നുകൂടി ഒന്ന് ലെയറാക്കി കൊടുത്ത് 3 ലെയറാക്കി എടുക്കണം. ബോർഡിലേക്ക് കേക്ക് വെച്ച് കൊടുക്കുമ്പം ഷേപ്പൊക്കെ കറക്റ്റായിട്ടാണ് വെച്ചിരിക്കുന്നത് നോക്കിയിട്ട് തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുത്ത ശേഷം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷാണ് ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് ക്രീം അപ്ലൈ ചെയ്ത ശേഷം വീണ്ടും ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ലെയറൊക്കെ കറക്റ്റായിട്ട് തന്നെയാണോ വെച്ചിരിക്കുന്നതെന്നൊക്കെ ഉറപ്പ് വരുത്തിയിട്ട് വേണം കേട്ടോ ചെയ്യാൻ. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം. പെർഫെക്ഷൻ ആണല്ലോ മുഖ്യം. ലാസ്റ്റ് ലെയറും കൂടെ വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ക്രം കോട്ട് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കി എടുത്തിട്ട് ഐസിങ് ചെയ്യാവുന്നതാണ്. ഈ ഒരു രീതിയിലുള്ള ഡിസൈനാണ് കസ്റ്റമർ തന്നിട്ടുള്ളത്. ഈ സൈഡിൽ നോസിൽ വെച്ച് ചെയ്തതിന് ഒരു ഭംഗിക്കുറവ് തോന്നിയത് കൊണ്ട് ഞാനത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഐസിങ് ചെയ്തെടുക്കുന്നത് കുറച്ച് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഇനി റഷ്യൻ നോസിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഫ്ലവർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. ഫോക്സ് ബോൾ ഇടയ്ക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2 നമ്പർ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. രണ്ടിൻ്റെ ഷേപ്പ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.